കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ഇട്ടിരുന്നു. കർണാടകയിലെ കുപ്രസിദ്ധ മലയാളി മാനേജ്മെൻറ്റുകൾ രംഗത്തിറങ്ങിയിരിക്കുന്നു, അവിടുത്തെ മയക്കുമരുന്നിന് ഒരു അവസാനം വന്നിരിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വാർത്ത ഇട്ടിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അതിനകത്തൊരു കമൻറ്റ് വന്നു. അതൊരു വ്യക്തമായിട്ടൊരു കമൻറ്റാണ്. ആ കമൻറ്റ് പ്രത്യേകം പറയുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ദേ ആർ ടേക്കിംഗ് ഇനിഷിയേഷൻ എഗൻസ്റ്റ് ഡ്രഗ് മാഫിയ. താൻ എന്തെങ്കിലും ചെയ്തോ? അടുത്തതാണ് വലിയൊരു സംഭവം, തനിക്ക് അവിടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെ. കേട്ടല്ലോ, തനിക്ക് അവിടെ കയ്യിൽ നിന്നും കിട്ടിയതൊന്നും പോരെ. ഇതാണ് ഞാൻ ഇത് പറയുമ്പം വേറൊരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നേരെ നടന്ന വധശ്രമം ബാംഗ്ലൂർ വെച്ച്. അതിലാണ് എനിക്ക് കാൽ നഷ്ടപ്പെടുന്നത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് നാളിതുവരെയും ഒരു റിട്ട് പെറ്റീഷൻ കർണാടക ഹൈക്കോടതി പെൻഡിങ് കിടക്കുകയാണ്. അതങ്ങനെ കിടക്കുന്ന ഈ അവസരത്തിലാണ് ഇതുപോലൊരു മെസ്സേജ് വന്നത്. ഈ മെസ്സേജ്, ഇത് സന്ദേശം കാണുമ്പം ഇത് വ്യക്തമായിട്ടൊരു സൂചനയാണ് എനിക്ക്. താൻ ഇനി ഇവർക്കെതിരെ ഇറങ്ങിയാൽ, ഞങ്ങൾക്കെതിരെ ഇറങ്ങിയാൽ നിനക്കിട്ട് ഇനിയും പണി തരും. ഏത്? അപ്പോൾ അന്ന് നടന്ന ഇൻസിഡന്റ് പിന്നിൽ പ്രവർത്തിച്ചവർ ഈ 4 സംഘം തന്നെയാണോ എന്നാണ് സംശയത്തിന്റെ മുൾമുന അവരിലേക്ക് നീങ്ങുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൂടി വെച്ച സത്യം ഒരിക്കലും മറഞ്ഞു പോകത്തില്ല, അതെന്നാണെങ്കിലും പുറത്തു വരും. ഈ 4 സംഘം, അതായത് ഈ കോളേജ് നടത്തുന്ന ഈ 4 സംഘമാണ് ഇതിന്റെ പിന്നിലെന്നല്ല ഈ സന്ദേശത്തിൽ നിന്ന് വ്യക്തം. രാജേന്ദ്രൻ, നിജാസ്, ജോനാസ്, ഇപ്പം നമ്മുടെ സെനറ്റ് മെമ്പർ മെൽവിൻ മൈക്കിൾ, ഇവരൊക്കെ ആയിരിക്കുമെന്നല്ലേ ഇതിന്റെ സൂചന. ഇനി ഞങ്ങളോട് ചൊറിഞ്ഞാൽ നിനക്കിട്ട് ഇനിയും പണി തരും എന്നല്ലേ അതിൻ്റെ ഒരു അർത്ഥം. ഇത് വെച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം സഹോദരന്മാരെ. ബാക്കി ഭാഗങ്ങൾ ഞാൻ ഇത് തന്നെ കോടതിയിൽ കൊടുത്തോളാം. സൈബർ വിദഗ്ധർ ഈ ഒരു ID വെച്ച് പരിശോധിക്കട്ടെ. ഇത് എഴുതിയ ഈ പോസ്റ്റ് ഇട്ട വ്യക്തിയെ കണ്ടെത്തട്ടെ. അന്വേഷണം അങ്ങനെ പോകട്ടെ. ഏതായാലും ഓരോ വാർത്ത ഇടുമ്പോഴും മൺമറഞ്ഞു പോയ സത്യങ്ങൾ വീണ്ടും പുനർജനിക്കുകയാണ്. വളരെ സന്തോഷം.